ലോകമേ കാണുക, അറിയുക, പ്രതികരിക്കുക. ആരും അറിയാതെ, ആരാലും പ്രതിഷേധിക്കപ്പെടാതെ മൺമറഞ്ഞ കുറേയേറെ സഹോദരങ്ങൾ. അവരുടെ കൂട്ട മൃതസംസ്കാര ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ക്രിസ്തു വിശ്വാസത്തെ പ്രതി കൊല്ലപ്പെട്ട 25-ലേറെ പേർ. ചോദിക്കാനും പറയാനും ആരുമില്ലാതെ തീവ്രവാദ ഇരകളായി നിത്യവിസ്മൃതിയിലേക്ക് തള്ളപ്പെട്ടവരുടെ ഗണത്തിലേക്ക് 2 വയസ്സ് മുതൽ 76 വയസ്സ് വരെയുള്ള കുറേയേറെ വിലപ്പെട്ട മനുഷ്യ ജീവനുകൾ കൂടി. കൊല്ലപ്പെടുന്നത് ക്രൈസ്തവരും കൊല്ലുന്നവർ കൊല്ലാനുള്ള അവകാശം കരസ്ഥമാക്കി മോക്ഷപ്രാപ്തിക്ക് ശ്രമിക്കുന്നവരുമാകുമ്പോഴുള്ള മൗനസമ്മതം മറ്റെല്ലായിടത്തും എന്ന പോലെ ഇവിടെയും സർവ്വസാധാരണമാകുന്ന ഹൃദയം തകർക്കുന്ന കാഴ്ചകൾ. ഇത് കഴിഞ്ഞ മാസം അവസാനത്തിൽ എത്യോപ്യയിലെ ഒറോമയ സാക്ഷ്യം വഹിച്ച ഭീകരതയുടെ ദൃശ്യങ്ങളാണ്. എത്യോപ്യൻ ഓർത്തഡോക്സ് തെവാഹിദോ സഭയിലെ അംഗങ്ങൾ വർഷങ്ങളായി നേരിടുന്ന ക്രൂരതയുടെ നേർചിത്രങ്ങൾ. ഒരാഴ്ചയിൽ മാത്രം 25-ലധികം ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ തുടർച്ചയായി നടന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. ഒറോമോ ലിബറേഷൻ ആർമി അംഗങ്ങളായ തീവ്രവാദികൾ തുറന്നുവിടുന്ന തീവ്രവാദത്തിന്റെ ഇരകളാണ് ഇവിടെയുള്ള ക്രൈസ്തവർ. ഒക്ടോബർ 24 വെള്ളിയാഴ്ച ഗുണ മെർട്ടി ജില്ലകളിലാണ് ഏറ്റവും പുതിയ ആക്രമണ പരമ്പരകളിൽ ആദ്യത്തേത് നടന്നത്. അവിടെ 17 ഓർത്തഡോക്സ് ക്രൈസ്തവർ കൊല്ലപ്പെട്ടു. രണ്ടാമത്തേത് ഒക്ടോബർ 27 തിങ്കളാഴ്ച ഷെർക്ക ജില്ലയിലെ ഹെലാസെബാബ പ്രദേശത്ത് നടന്നു. 3 പേർ കൂടി കൊല്ലപ്പെട്ടു. ഈ ജില്ലയിൽ മാത്രം കഴിഞ്ഞ 2 വർഷത്തിനിടെ 115-ലധികം വിശ്വാസികൾ കൊല്ലപ്പെട്ടു. കുറഞ്ഞത് 9 പ്രദേശങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകൾ പലായനം ചെയ്തു. ഒക്ടോബർ 28 ചൊവ്വാഴ്ച ഹൊങ്കോളോ വബെ ജില്ലയിലെ ക്വക്സ പ്രദേശത്ത് 3ാമത്തെ ആക്രമണത്തെ തുടർന്ന് 5 ക്രൈസ്തവർ കൂടി കൊല്ലപ്പെട്ടു. ഇവിടെ നിന്നുയരുന്ന ഈ നിലവിളികൾ ആരുടെയും മനസാക്ഷിയെ തൊട്ടുണർത്തുന്നില്ല. മനുഷ്യാവകാശ പ്രവർത്തകരുടെ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നില്ല. പക്ഷേ കൂട്ടക്കൊല ചെയ്യപ്പെടുന്ന ഈ നിരപരാധികളായ ക്രൈസ്തവരുടെ രക്തം നീതിക്കായി കേഴുകയാണ്. അവരുടെ രോദനങ്ങൾ സമൂഹ മനസാക്ഷിയെ തൊട്ടുണർത്തട്ടെ. നിത്യതയിൽ ഒരുമിക്കുവോളം പ്രിയ സഹോദരങ്ങളെ വിട. ജീവന്റെ കിരീടം കർത്താവ് നിങ്ങൾക്ക് സമ്മാനിക്കട്ടെ.